അലുമിനി ഓഫ് മഹാരാജാസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സുജ ടി വി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ പ്രൊഫസർ PS വേലായുധൻ അവാർഡ് നേടിയ ഡോക്ടർ TS ജോയ്, സംസ്ഥാന സർക്കാരിന്റെ വനിതാരത്നം അവാർഡ് നേടിയ A കൃഷ്ണകുമാരി, റിട്ടയർഡ് ചെയ്ത സീനിയർ അധ്യാപകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അലുമിനി ഓഫ് മഹാരാജാസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം 2025 കോളേജ് വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ സുജ ടി വി ഉദ്ഘാടനം ചെയ്തു. കലാലയത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഓട്ടോണമസ് കോളേജ് എന്നാണ്. ഓട്ടോണമസ് കോളേജുകളെ അളക്കാനുള്ള അളവുകോലുകൾ വളരെ വലുതാണ്. നമ്മൾ മത്സരിക്കുന്നത് അവിടെയും ഇവിടെയും ഒക്കെ തിളങ്ങി ടവർ പോലെ നിൽക്കുന്ന കോർപ്പറേറ്റ് ഭീമന്മാരായിട്ടുള്ള സെന്റ് തെരേസാസും തേവര കോളേജ് പോലുള്ളതാണ്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും നമുക്കില്ല. എങ്ങനെയാണ് നമുക്ക് അത്തരത്തിലേക്ക് ഉയരാൻ പറ്റുക? അതിൽ ധാരാളം ചോദ്യാവലികളുണ്ട്. അതിൽ വലിയൊരു ചോദ്യമാണ് അലൂമിനി കോൺട്രിബ്യൂഷൻ. അലൂമിനി കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ സാഹിത്യം കലർത്തി എഴുതിയാൽ പോരാ. അതിൻ്റെ അകത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ വരെ നമ്മൾ കാണിക്കണം. അലൂമിനി നമുക്ക് തന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ ആ രേഖകൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഫിനാൻസ് ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, സർവീസസ് ഉണ്ട്. ഡോക്ടർ മേരി മെറ്റിൽഡയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഈ വർഷത്തെ പ്രൊഫസർ PS വേലായുധൻ അവാർഡ് നേടിയ ഡോക്ടർ TS ജോയി, സംസ്ഥാന സർക്കാരിന്റെ വനിതാരത്നം അവാർഡ് നേടിയ A കൃഷ്ണകുമാരി, റിട്ടയർ ചെയ്ത സീനിയർ അധ്യാപകർ എന്നിവരെ ആദരിച്ചു. ഞാനന്ന് പ്രസന്റേഷൻ നടത്തി ഈ കോളേജിനെ കുറിച്ച്. പൂർവ്വ വിദ്യാർത്ഥികളെ ഇങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ അവരുടെ കണ്ണ് തള്ളിപ്പോയിട്ടാ ശരിക്കും. അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തുടങ്ങി കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, അങ്ങനെ എഴുത്തുകാർ, അങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള പ്രഗത്ഭരാണ് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞപ്പോൾ അവര് കുറച്ചു നേരം പ്രസന്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ടീച്ചർ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി എന്നുള്ള ഒരു ലെവലിലെത്തി. കുറ്റിപ്പുറത്ത് കേശവൻ നായർ എന്ന ആ പ്രതിഭാതനായ പ്രൊഫസർ ചോദിച്ചു, നിങ്ങൾക്കിത് എഴുതിയ ചങ്ങമ്പുഴയെ കാണണോ? അപ്പോൾ ഗൗരിയമ്മ ഞങ്ങളോട് പറഞ്ഞു, ഞാനാണ് കൈപൊക്കിയത്. കൈപൊക്കാനേ പാടുള്ളൂ, സംസാരിക്കാൻ പാടില്ല പ്രൊഫസറോട്. കൈപൊക്കിയപ്പോൾ കുറ്റിപ്പുറത്ത് കേശവൻ നായർ ഈ മേലാപ്പൊന്ന് മുകളിലേക്ക് എടുത്തിട്ട് പറഞ്ഞു, മിസ്റ്റർ കൃഷ്ണപിള്ള, യു സ്റ്റാൻഡ് അപ്പ്. ഒഴിഞ്ഞ കോണിലിരിക്കുകയാണ്. അപ്പോൾ നീണ്ടു മെലിഞ്ഞ് ഒരു വെള്ളമുണ്ടും വെള്ള ജുബയും ഇട്ട ആളെ എഴുന്നേറ്റു. അപ്പോൾ സാറ് പറഞ്ഞു, ഇതാണ് രമണൻ എഴുതിയ സാക്ഷാൽ ചങ്ങമ്പുഴ. ഇതാണ് നമ്മുടെ രജിസ്റ്ററിൽ C കൃഷ്ണപിള്ള എന്നാണ് പേര്. അങ്ങനെ സ്റ്റുഡൻറ്റ് ക്ലാസ്സിലിരിക്കുന്നു. ആ ക്ലാസ്സിലിരിക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ പുസ്തകം മഹാനായ പ്രൊഫസർ അതേ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. ഇതിലും വലിയൊരു അത്ഭുതം എന്താ ഉള്ളത്? ഭാവഗായകൻ P ജയചന്ദ്രന്റെ അവിസ്മരണീയ ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീത പരിപാടി മഞ്ഞലയിൽ കോളേജിലെ ഗായകർ ചേർന്ന് അവതരിപ്പിച്ചു. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വയലാരവിയുടെ അനിയൻ ജനദേവൻ MA ഹിസ്റ്ററിക്ക് പഠിക്കണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. വളരെ സൗമ്യനായി, ശബ്ദം പുറത്തു വരില്ല കേൾക്കുമ്പോൾ, നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കണം. അദ്ദേഹം എൻ്റെ ഒരു ഫ്രണ്ട് കാണാൻ ചെന്നപ്പോൾ പറഞ്ഞു, എനിക്ക് കൃഷ്ണകുമാരി ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട്, ഒരു പ്രാവശ്യം ഒന്ന് വരാൻ പറയുമെന്ന്. അത് കഴിഞ്ഞ് ഞാൻ നമ്പറൊക്കെ അന്വേഷിച്ച് വിളിച്ചപ്പോഴേക്ക് പാവം കിടപ്പിലായി, സംസാരിക്കാൻ വയ്യാതെ. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ദുഃഖമുണ്ടാക്കിയ ഒരനുഭവമില്ല. AMC പ്രസിഡന്റ് ഡോക്ടർ അജ്മൽ PA, സെക്രട്ടറി രഞ്ജിത്ത് KU, പ്രോഗ്രാം കൺവീനർമാരായ സജീവ് കരുണാകരൻ, ജോർജ് തനങ്ങാടൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അനവധി ബാച്ചുകൾ, അനവധി ക്ലാസ്സുകൾ, അനവധി ഡിപ്പാർട്ട്മെന്റുകൾ, അനവധി മൊത്തത്തിലുള്ള കൂട്ടങ്ങളുടെ കൂട്ടത്തിലെ ഒരു കൂട്ടമായ അലുമിനി ഓഫ് മഹാരാജാസ് കോളേജ് ഈ ഒരു പരിപാടി നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ പൂർവികരായിട്ടുള്ള അല്ലെങ്കിൽ കാരണന്മാരായിട്ടുള്ള ഗുരുക്കന്മാരെ ആദരിക്കലും അതിനുശേഷം ഒരല്പം സന്തോഷം പങ്കുവെച്ച് പോകാന്നുള്ളതുമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇതിൽ ഏതെടുക്കണ്ടേ? രണ്ടും എടുത്തോ? അതെ, ഇതെങ്ങനെയുണ്ട്? എന്റെ മച്ചാനെ ബഡ്ജറ്റ് പറ്റി ടെൻഷൻ എടുക്കണ്ട. 99 സ്റ്റാർട്ട് ചെയ്ത ലേഡീസിന്റെ വൺ കളക്ഷൻ അവിടെ ഉള്ളത്. 2 ഷർട്ട് എടുത്താൽ വെറും 799 രൂപ. നോക്കണ്ട, ആവശ്യം എടുത്തു. ഇനി ബഡ്ജറ്റ് ഒരു പ്രശ്നമേ അല്ല. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, ചുള്ളിക്കൽ, കൊച്ചി.